വളരെ വ്യത്യസ്തമായ കുറച്ച് വീടുകളിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് നമുക്ക് അയർലൻഡിൽ പോയ കുറേ കുട്ടികളിപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ടുപേരാണ്. പേരൊക്കെ മറക്കാണ് ഞാൻ. പേര് പറയും ജിസ അൽവീന. ജിസയും അൽവീനയാണ്, മനസ്സിലായില്ലേ? ഒത്തിരി കുട്ടികൾ പോകുന്നുണ്ട്, എല്ലാവരും പേര് ഓർക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ജിസയും അൽവീനയും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 24-ാം തീയതി ആണ് വെക്കേഷൻ വന്നത് അല്ലേ? എന്ന് ശരിക്കും പോയേ നിങ്ങള്? അതെ, രണ്ടുപേരും പോയി. രണ്ടുപേരും ഒരുമിച്ച് പോയേ. ബെൻറോജും കൂടി 3 പേരാണ് അയർലൻഡിലേക്ക് പോയത്. നിങ്ങളിവിടെ ഏത് കോളേജിൽ പഠിച്ചിരുന്നത്? അല്ല, ഇവിടെ പഠിച്ചത് സെന്റ് ജോസഫിനല്ല. സെന്റ് ജോസഫിൽ നിന്ന് പഠിച്ചിട്ട് ഇവര് പോയ കോളേജ് ഗ്രിഫിത്ത് കോളേജാണ് അയർലൻഡിൽ. അത് കഴിഞ്ഞ കൊല്ലം ഏത് മാസം പോയെന്ന്? ജനുവരി 24 പോയി. ആ 24 തന്നെ അവിടെ തിരിച്ചു വരും ചെയ്തു. ഒറ്റ കൊല്ലം കൊണ്ട് വെക്കേഷൻ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ വന്നത്. എനിക്ക് തോന്നുന്നത് ബെൻറോജയുടെ ചേച്ചിയുടെ കല്യാണമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ചെന്നു അല്ലേ? നമ്മളിപ്പോ എന്താ പറയാ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ? ശരിക്കും ഹെൽപ്പ് ചെയ്തു. ഓക്കെ, JB ജിഫ്ലയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവര് അവിടെ എത്തിയെന്നാണ്. അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ല, നിങ്ങൾ വിളിക്കുമ്പോൾ വരുന്ന ഞങ്ങളെ കാണുന്നൊക്കെ ചെയ്യണം. ഓക്കെ, എനിവേ നമ്മളവിടെ ചെല്ലുന്നു അല്ലേ? ചെന്നപ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി. സ്റ്റാർട്ടിങ്ങിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നി. അഡാപ്റ്റ് ആയി വരാനുള്ളത് അതെല്ലായിടത്തും ഉണ്ടാവും ഇല്ലേ? അത് നോർമലി അല്ല. അതില്ലെങ്കിൽ എന്താണ് ജീവിതം? രസകേ. അങ്ങനെ വരുമ്പോഴാണ്. അക്കോമഡേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അക്കോമഡേഷൻ കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾക്ക് ഒരു സീനിയർ ചേച്ചിനെ കിട്ടിയിരുന്നു. അപ്പൊ ആള് വഴി തന്നെ അക്കോമഡേഷൻ ഒക്കെ സെറ്റ് ആക്കി തന്നു. എന്നിട്ട് അവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളൊന്ന് മാറിയിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് നാള് നമ്മള് കിട്ടുന്ന ഒരു അക്കോമഡേഷൻ താമസിക്കുക, അത് ശരിയല്ലേ? അതിനുശേഷം നമ്മളുടേതായ ഒരു ടീം സെറ്റ് ആവും. ഓട്ടോമാറ്റിക്കലി ഒരു ടീം സെറ്റ് ആവും. ആ ടീം സെറ്റ് ആവുമ്പോൾ നിങ്ങൾ ഇപ്പൊ എത്ര പേരായിട്ട് താമസിക്കുന്നു? 8 പേരായിട്ട് താമസിക്കുന്നു അല്ലെ? അപ്പൊ കോളേജിൽ ചെല്ലുന്നു. നിങ്ങൾ ഏത് കോഴ്സിലായിരുന്നു പോയിരുന്നത്? MSc Accounting and Finance Management. ബെൻറോജ് തന്നെയല്ലേ? 3 പേര് ഒരേ കോഴ്സിനാണ് പോയിക്കുന്നത് അല്ലെ? അപ്പൊ ഈ കോഴ്സ് എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റുന്നുണ്ടോ? സെമസ്റ്റർ 1 നല്ല വലിയ കുഴപ്പമുണ്ടായില്ല ഞങ്ങൾക്ക്. കാരണം 2 എക്സാംസ്, MA ഞങ്ങൾക്ക് ഗ്രൂപ്പ് പ്രോജക്ട്സ് ആണ് വന്നത്. അപ്പൊ അതില് എക്സാം വൈസ് നോക്കുമ്പോ കുഴപ്പമുണ്ടായില്ല. നമ്മൾ ഇവിടുന്ന് പഠിച്ച ബികോമിന്റെ ഒക്കെ തന്നെ ക്യാച്ച് ചെയ്ത് പോകേണ്ടത്. സെക്കൻഡ് സെമസ്റ്റർ കുറച്ച് ഹാർഡാണ്. കാരണം അത് ഞങ്ങൾക്ക് കുറച്ചധികം ടാസ്ക് ആയിരുന്നു. കാരണം അവിടുത്തെ ടാക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് മുന്നത്തെ നോക്കി പഠിക്കാന്ന് വെച്ചാൽ ഇപ്പൊ സീനിയർ ചേച്ചിമാരുണ്ട് ചോദിക്കാന്ന് വെച്ചാലും അവരെപ്പോഴും കറങ്ങി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടാക്സ് സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുടെ ബുക്ക് നമുക്ക് മേടിച്ച് അവരോട് ഒന്ന് ഹെൽപ്പ് ചോദിക്കാൻ അവരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് പഠിച്ചെടുക്കാം പറ്റില്ലേ? നമ്മളുടെ ബികോമിന്റെ ബേസ് വെച്ചിട്ട് പിന്നെ 1 കൊല്ലം കൊണ്ട് പഠിപ്പിക്കല്ലേ? ആകെ 8 മാസമല്ലേ പഠിക്കണല്ലോ, ശരിയല്ലേ? ബാക്കി 4 മാസം വെക്കേഷനിലായിരുന്നു. വെക്കേഷൻ നന്നായിട്ട് പണിയെടുത്തില്ലേ? അത്യാവശ്യം കാശ് ഉണ്ടാക്കിയില്ലേ? ആ കാശ് കൊണ്ടല്ലേ തിരിച്ചു വന്ന? വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചാ വരാനായിട്ട്? ഇല്ലില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പാർട്ട് ടൈം നമുക്ക് കിട്ടി തുടങ്ങി കഴിയുമ്പോ ഒരു 10-80,000 രൂപ കയ്യിൽ കിട്ടുന്നുണ്ടാവില്ലേ? ശരിയല്ലേ? അത് വരും. അത് നമ്മളെങ്ങനെയാലും അവിടെ ചെല്ലും കുറച്ച് പൈസ. അത് കഴിയുമ്പോൾ നമുക്കൊരു 10-50,000 രൂപ കിട്ടുന്നുണ്ടാവും. ഞാൻ അങ്ങനെ പറയാറ് കുട്ടികളോട്. അത് ശരിയല്ല? ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു 10-50,000 രൂപ കിട്ടണം. കൂടുതൽ കിട്ടുന്നുണ്ടാവും. അവിടെ നിന്ന് കിട്ടെ. എന്നാലും 10-20,000 രൂപ സേവ് ചെയ്യില്ല അവര്. അല്ല, എന്നാൽ പകുതിയല്ല, അതും പൊക്കോട്ടെ. 80-ൽ പകുതി പോയാലും ജീവിത ചെലവും കഴിച്ചിട്ട് 10-20,000 രൂപ അത് മതിയെന്ന് ഞാൻ പറയുന്നത്. 60,000 രൂപ ഇപ്പൊ അവിടെ ചെലവുണ്ട്, എനിക്കറിയാം. അപ്പൊ നമ്മൾ 20,000 രൂപ സേവ് ചെയ്യുന്നുണ്ടാവും, ശരിയല്ല? വെക്കേഷനിൽ അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തില്ലേ? അപ്പൊ അത് കുറച്ച് സേവിങ് കിട്ടി. അതൊരു 3-4-5 ലക്ഷം രൂപയുടെ അടുത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ല ഞാൻ പറഞ്ഞ 3-5 ലക്ഷം. അതാ ഞാൻ അതിലേക്ക് വരുന്നത്. ഒരു 3-4-5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നിങ്ങൾ ചെലവാക്കിയത് ശരിക്കും ഫീസ് ഇനത്തിൽ 12 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുള്ളൂ. 12 ലക്ഷം രൂപ നിങ്ങളുടെ ഫീസ് ഇനത്തിൽ ചെലവായിണ്ടാവുള്ളൂ. ലോണിന് അത്രയും ചെലവായിണ്ടാവുള്ളൂ. ബാക്കി ലിവിംഗ് കോസ്റ്റ് കാണിക്കുന്നതൊക്കെ. പിന്നെ വിസ, ടിക്കറ്റ്, ഇൻഷുറൻസ് അത് അവിടെ നിൽക്കട്ടെ അല്ലെ? ആ 12 ലക്ഷത്തിലേക്ക് ഒരു 3-5 ലക്ഷം രൂപ ലോണിലേക്ക് അടച്ചിട്ടുണ്ടോ? 3-4 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും. ഒരു 8 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവും ലോണിലേക്ക് നോക്കും, ശരിയല്ലേ?
അപ്പൊ നമ്മൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാൻ കുട്ടികളോട് കൗൺസിൽ ചെയ്യുന്ന പാർട്ട് തന്നെയാണ് ഇവരും പറയണത്. ഇവർ അക്കൗണ്ട്സിൽ പുലികളാണെങ്കിൽ ഇതിങ്ങനെ കറക്റ്റ് പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആയിരിക്കും. പക്ഷെ എന്നാലും പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് സെക്കൻഡ് പാർട്ട് ഓക്കെയാണ്. അല്ല, സെക്കൻഡ് പാർട്ടിലാണ് ഒന്ന് സ്ട്രഗിൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് പഠിച്ചെടുത്ത ഗുണമുണ്ടല്ലോ, അവിടെയും ഗുണമല്ലേ അല്ലേ? ICC 9 പേപ്പർ അക്സെപ്റ്റ് ചെയ്യാന്ന് ഇവിടെ ബികോം പഠിച്ചാലും ഉണ്ട്. പക്ഷെ അവിടെ റിയലി ആ പേപ്പറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? റിയലി ആ പേപ്പർ പഠിക്കുന്നു, കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അല്ലെ? വളരെ സിമ്പിളി പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് സിമ്പിൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന പോലെ അല്ല. അത് കൃത്യമായിട്ട് പഠിക്കുന്ന വേണം, അസൈൻമെന്റ് എഴുതന്നെ വേണം, എന്നാൽ നമ്മൾ ക്ലിയർ ആയി. ശരിയല്ലേ? ഞാൻ പറയുന്നതൊക്കെ കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യാണ്. കണ്ടാ അവര് വന്ന് 24-ാം തീയതി വന്ന് നമ്മൾ വിളിച്ചപ്പോൾ നിങ്ങളുടെ വന്നു. നിങ്ങൾക്ക് ഒന്നും കൂടി അറിയാനാ പറഞ്ഞത്, ബികോം പഠിക്കുന്ന കുട്ടികൾക്ക് സാധ്യതകൾ ഉണ്ട്, അവിടെ സ്കോപ്പും ഉണ്ട്. ഇത് വേണമെങ്കിൽ ACC ആക്കി മാറ്റാലോ ഇല്ലേ? ഒരു 4 പേപ്പറും കൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ACC ആക്കി മാറ്റാം. ACC ആക്കി മാറ്റി കഴിഞ്ഞാൽ എത്ര ശമ്പളം നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? ക്രിട്ടിക്കലാണ്, ഫിനാൻസ് ആണ്. ഒരു 4-5 ലക്ഷം രൂപ ശമ്പളത്തിന് ഈസി ആയിട്ട് PR ജോലി കിട്ടും. ശരിയല്ലേ? ഉറപ്പാണത്. ഞാനത് ഒന്നുകൂടി ഫാക്ട് ചെക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ACC പഠിക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട്, ഈ 2 വർഷത്തെ നമ്മൾ ഒറ്റയടിക്ക് കിട്ടുന്നല്ല ഞാൻ പറയണത്. നമ്മൾ ഒരു കൊല്ലം പഠിക്കുന്നു അല്ല, ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു കൊല്ലം കൊണ്ട് വേണമെങ്കിൽ ACC എടുക്കാൻ പറ്റില്ല. സ്റ്റേ ബാക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കും, അങ്ങനെ എടുത്തിരിക്കണം. മനസ്സിലാവണ്ട? എന്നിട്ട് ആ ഒപ്പില്ലേ, ACCയുടെ ഒപ്പുണ്ട് അവിടെ, അതിന്റെ വാല്യൂ മനസ്സിലാക്കാണ്ട് വീട്ടുകാരോട് പറയാ, കണ്ടില്ലേ ക്രിട്ടിക്കലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം അല്ലെ? എത്ര കൊല്ലം PR കിട്ടുമ്പോ 2 കൊല്ലം കൊണ്ട് വേണമെങ്കിൽ PR കിട്ടും. അതായത് നമ്മൾ പോയൊരു വർഷം, പിന്നത്തെ ഒരു വർഷം കൊണ്ട് സ്ട്രഗിൾ ചെയ്യാൻ വേണം. ഞാൻ വെറുതെ പറഞ്ഞില്ല, സ്ട്രഗിൾ ചെയ്യാൻ വേണം. സ്കോപ്പ് ഉണ്ട് അവിടെ. ACC കിട്ടിക്കഴിഞ്ഞാൽ പിന്നത്തെ 4 വർഷം. ശരിയല്ലേ? വേണമെങ്കിൽ പോട്ടെ 5 വർഷത്തിനുള്ളിൽ PR കിട്ടിക്കഴിഞ്ഞാൽ 21 വയസ്സിലല്ലേ നമ്മൾ പോയേ, 22 അല്ലേ? 26-ാമത്തെ വയസ്സിൽ PR കിട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ പ്ലാൻ ചെയ്താൽ മതി. പഠിക്കണം. ബികോം പഠിക്കുന്നവർക്കുള്ള അഡ്വൈസ് അത് തന്നെയല്ലേ അല്ലേ? കൃത്യമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ പോട്ടെ. എന്നിരുന്നാലും they are happy. Are you happy? ഞങ്ങളുടെ സർവീസിൽ ഹാപ്പി ആണോ? റെക്കമെൻഡ് ചെയ്യാൻ ഞങ്ങളെ ഉറപ്പാണോ? തീർച്ചയായിട്ടും അല്ല. അപ്പൊ വെക്കേഷൻ കോഴ്സ്, ഞാൻ സാധാരണ കോഴ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ വെക്കേഷനൊക്കെ വരാറുണ്ടാ. ഇത് കണ്ട അതിന്റെ ഇടയിൽ വന്നിരിക്കുകയാണ്. അത് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇത്ര നാളെ നമ്മള് ഡിഗ്രി പഠിച്ചിരുമ്പോ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലേ? എന്റെ മോളെ ഗൂഗിൾ പേ ചോദിച്ചോണ്ടിരിക്കുമ്പോ കാശ് തരും എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. അത് ഇപ്പൊ അവർക്കൊരു മനസ്സിലായി. ഹാപ്പി വീട്ടുകാരെ ഹാപ്പി അല്ലേ? അല്ലേ? അപ്പോ ജെന്യുവൻലി വി സ്പീക്കിംഗ് ഫോർ EduFly, നമുക്ക് അയർലൻഡിൽ പോയി കുട്ടികൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമില്ല. ബികോം പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ACC പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പോയി ചെയ്യാം. ഇവിടെ ACC കഴിഞ്ഞ് എന്താ കിട്ടാൻ നമുക്കറിയാം. 5 പൈസ കിട്ടാനില്ല, അങ്ങനെയല്ല പറയാ. വളരെ തുച്ഛമായ സാലറിക്ക് കയറും. ഇവിടെ CMA ആണെങ്കിൽ ഓക്കെയാണ്. അവിടെ നിങ്ങൾ പറഞ്ഞു ടാക്സ് സിസ്റ്റം ഒക്കെ മാറുക എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയല്ലേ? കുഴപ്പമില്ല സാർ. നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ അവര് പാസ് പേപ്പർ വെച്ചിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പഠിക്കുക. പ്ലസ് അവർ തന്നിരിക്കുന്ന മെറ്റീരിയൽ നോക്കിയിട്ട് പഠിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അത് വന്നിട്ടായിരിക്കും നമുക്ക് അതിന്റെ ഇടയിൽ പാർട്ട് ടൈം കൂടി നമ്മൾ ഒരുമിച്ച്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കാര്യം കൂടി ചോദിക്കാം. നിങ്ങൾ ഫിനാൻസ് ഇഷ്ടപ്പെട്ടു പോകുന്നവർക്കല്ല ഇത് നല്ലത്? അക്കൗണ്ടിങ് ഇഷ്ടപ്പെട്ടു പോകുന്നവർക്കാണ് അല്ലെ? ഇവിടെ ACC അല്ലെങ്കിൽ CMA ഫോക്കസ് ചെയ്യുന്നവരാണ് ഇത്രയും പ്രോഗ്രാമുകൾ MSc ഫിനാൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നത് നല്ലതായിരിക്കും. അവിടെ ബിസിനസ് അനലിറ്റിക്സ് പഠിക്കുന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവർക്കും ഈ സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളിപ്പോ കണ്ടുവരുന്നേ ഉള്ള കുട്ടികളെ കണ്ടുവരുന്ന. പക്ഷെ അവിടെ ഈ കോഴ്സിനാണ് കൂടുതൽ എക്സാംസ് കൂടുതൽ. അപ്പൊ നമ്മൾ ബാക്കി ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പറയാറുണ്ട് ഞങ്ങൾക്ക് കൂടുതലും പ്രോജക്റ്റും ഗ്രൂപ്പ് പ്രോജക്റ്റ് അസൈൻമെന്റ്സ് ആണ്. പക്ഷെ ഞങ്ങളുടെ പ്രോഗ്രാമിലാണ് കൂടുതൽ റിട്ടേൺ എക്സാംസ് കൂടുതൽ. സെക്കൻഡ് സെമ്മിൽ ഞങ്ങൾക്ക് അത്രയധികം പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് കുറച്ചുകൂടി ടഫ് ആക്കണതിന്. മറ്റേത് ഗ്രൂപ്പ് പ്രോജക്റ്റ് എങ്ങനെ പോലും പാസ് നമുക്ക് ആവാൻ പറ്റും. ഫാർമസി അതുപോലെ ഈ പറഞ്ഞ അനലിറ്റിക്സ് ആണെങ്കിലും ലോജിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഗ്രൂപ്പ് പ്രോജക്ട്സ് ആണ് കൂടുതൽ. ഇവിടെ റിട്ടേൺ എക്സാംസ് ആവുമ്പോഴാണ് അത് കൂടുതലായിട്ട് ഇതാണ്ടാണ് അത് ക്രിട്ടിക്കലിൽ കൊടുക്കുന്നതും. പിന്നെ ACC നിങ്ങൾക്ക് പഠിക്കുന്ന സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കടക്കും ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു ഗുണം ഉള്ളത് അതാണ്. അതിലൊരു 3-5 ലക്ഷം രൂപ ശമ്പളം എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ലല്ലോ. അത് കിട്ടുന്ന ഉറപ്പുണ്ട്, കിട്ടുന്ന ഡാം ഷുവറാണ്. മറ്റുള്ളവരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകുമ്പോഴേക്കും ഇത്ര അധികം കുട്ടികളോട് ബികോമിന് പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് ബികോമിനാണ്. ശരിയല്ലേ? ബികോമിന് സീറ്റ് ഇടാനും ബുദ്ധിമുട്ടല്ലേ? അവരൊന്ന് ചിന്തിച്ചാൽ ഇല്ലേ, ഒന്ന് മാറി ചിന്തിച്ചാൽ they can easily attain this. Sure, Allah. Wish you all the best. Thank you.